നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കങ്ങ് തുടങ്ങാം. ആദ്യമായിട്ട് ഗദ്ദികയുടെ കുലപതി ആര്? ഗദ്ദികയുടെ കുലപതി പി.കെ. കാളൻ. നിങ്ങൾക്കിതിപ്പോൾ ഒരു കണക്ട് ചെയ്യാൻ ഒരു ക്ലൂ ഉണ്ടാവത്തില്ല എന്ന് എനിക്കറിയാം, നല്ല രീതിയിൽ എനിക്കറിയാം. അതുകൊണ്ട് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തൊന്ന് പഴയൊരു ചരിത്രത്തിലോട്ട് പോവാം. ഞാൻ 2 ദിവസം മുന്നേ ഒരു കാര്യം പറഞ്ഞു തന്നായിരുന്നല്ലോ. എന്തായിരുന്നു കാര്യം? ഇതാ വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ്, അതാണ് ഗദ്ദിക. അന്ന് ഞാനൊരു ക്ലൂ പറഞ്ഞില്ലേ, വയനാട്ടുകാർ ആദിവാസികളെ മന്ത്രവാദം ചെയ്യുമ്പോൾ അവരുടെ ഈ കത്തിയും കുന്തമൊക്കെ ആയിട്ട് നിൽക്കുന്നത്, അതായത് അങ്ങനൊന്നും സങ്കല്പിക്കാൻ പറഞ്ഞില്ലേ. ഈ മന്ത്രവാദ ചടങ്ങുകളുടെ ഇടയിൽ കയ്യിൽ ഈ കത്തിയും കോഴിയൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ട് ഗദ്ദിക. കത്തിക, ഗദ്ദിക. ഗദ്ദിക മനസ്സിലായില്ലേ? ഗദ്ദിക ആ ഒരു ക്ലൂ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലാതെ ഒരു ഇച്ചിരി കൂടെ ഒന്ന് ക്ലൂ ശരിക്കും നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട, പക്ഷേ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്ലൂ ആയിട്ട് ഓർക്കുക. ഗദ്ദികയുടെ കുലപതി ആര്? പി.കെ. കാളൻ. കത്തി, മറ്റേ കത്തി എന്ന് പറഞ്ഞ പോലെ ആ കത്തി തന്നെ ഇവിടെ എടുത്തേര്. കത്തിക, കത്തിയായിട്ടൊക്കെ വരുന്ന ആരാ? കാളൻ. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ ക്ലൂ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ശരിക്കും പറയുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആ ഒരു ക്ലൂ വെച്ച് നിങ്ങളങ്ങ് എടുത്തോ. ഗദ്ദികയുടെ കുലപതി ആരാ? പി.കെ. കാളൻ. വയനാട്ടിലെ മന്ത്രവാദ ചടങ്ങുകൾക്ക് പറയുന്ന പേരാണ് ഗദ്ദിക. പി.കെ. കാളനാണ് അതിൻ്റെ പിതാവ്. ഓക്കെ. അടുത്തത്, പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടതാണ്? പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ ചോദ്യത്തിൽ നോക്കി മോഹിനിയാട്ടമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൺഫ്യൂസ് അടിക്കും. നമ്മളിരുന്ന് കാണാപ്പാഠം പഠിച്ച് ഒരു കാണാപ്പാഠം പഠിക്കണ്ട. ഇത് ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ പത്മ സുബ്രഹ്മണ്യം ഉണ്ടല്ലോ, ആ ണ്യം അങ്ങ് എടുത്താൽ മതി. ഭരതനാട്യത്തിൻ്റെ ട്യം അങ്ങ് എടുത്താൽ മതി. നമ്മൾ ഇച്ചിരി വളഞ്ഞ വഴിയൊക്കെ നോക്കണം, ഇച്ചിരി കുരുട്ടുകുത്തിയൊക്കെ എടുക്കണം. അല്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാൻ 10 മണിക്കൂർ പഠിച്ചു, 20 മണിക്കൂർ പഠിച്ചു, അതിലൊന്നുമല്ല. പഠിക്കുന്ന ആ 1 മിനിറ്റിൽ, അല്ലെങ്കിൽ ആ 1 മിനിറ്റിൽ കാര്യം മനസ്സിലാക്കുന്നതില്ല കാര്യം. പത്മ സുബ്രഹ്മണ്യം, ആ സുബ്രഹ്മണ്യത്തിൻ്റെ ആ ണ്യം ഉണ്ടല്ലോ, ഭരതനാട്യത്തിൻ്റെ ട്യം, ഭരതനാട്യം, പത്മ സുബ്രഹ്മണ്യം. കിട്ടിയോ? അത് രണ്ടും കണക്റ്റ് ആയില്ലയോ? ഏത്? നിങ്ങളിത് ജീവിതത്തിൽ മറക്കത്തില്ല. ഈ ഭരതനാട്യം പറയുമ്പോൾ അതിനോട് തന്നെ ഞാൻ നമ്മുടെ ഓപ്ഷനിൽ വരുന്നൊരു സാധനമാണ് കൂടിയാട്ടം, കുച്ചിപ്പുടി എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ആ കൂടിയാട്ടം മറ്റൊരു ചോദ്യത്തിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാ? മണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി മണി മാധവ ചാക്യാർ. ഭരതനാട്യത്തിൻ്റെ പത്മ സുബ്രഹ്മണ്യം, കൂടിയാട്ടത്തിൻ്റെ മണി മാധവ ചാക്യാർ. ഇന്നലെ ഞാനിത് പറഞ്ഞിരുന്നു. ഇന്നലെ ഇതിൻ്റെ ക്ലൂ എന്താണ്? മണി മാധവ ചാക്യാറിൻ്റെ എങ്ങനെ കൂടി നിന്ന് മണിയടിച്ചു, കൂടി നിന്ന് മണിയടിച്ചു, അല്ലെങ്കിൽ കൂട്ടമണി ഉണ്ടല്ലോ, കൂടി നിന്ന് മണിയടിച്ചു, അത്രയേ ഉള്ളൂ. കൂടിയാട്ടം, കൂടി നിന്ന് ആടുമ്പോൾ ഈ മണിയൊക്കെ അടിച്ചുകൊണ്ടല്ലേ ഡാൻസ് കളിക്കുന്നത്, നമ്മൾ സ്റ്റേജിലൊക്കെ കാണത്തില്ലേ, ആ ഒരു രീതി. ഇല്ലെങ്കിൽ ഇച്ചിരി ക്രിഞ്ചായിട്ടുള്ളൊരു വളഞ്ഞ ബുദ്ധി നിങ്ങളുടെ മൈൻഡിൽ വന്നത് എനിക്കറിയാം. അതങ്ങ് അല്ലെ ആ രീതിയിൽ നിങ്ങളങ്ങ് എടുത്തോ. ഡബിൾ മീനിങ്. ഓക്കെ. അടുത്തത്, കൂടിയാട്ടത്തിൻ്റെ കുലപതി ആര്? അമ്മന്നൂർ മാധവ ചാക്യാർ. ആദ്യം കൂടിയാട്ടത്തിൻ്റെ പിതാവ് മണി മാധവ ചാക്യാർ, പക്ഷേ കുലപതി, പിതാവല്ല കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് വരും, കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാന്ന് ചോദിച്ചിട്ട് മണി മാധവ ചാക്യാർ എന്നും പറഞ്ഞിട്ട് ഇത് രണ്ടും കൊടുക്കും. അന്നേരം ഒന്ന് കണക്റ്റ് ആക്കി വെക്കാൻ ഈ ഒരൊറ്റ ക്ലൂ. കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാ? കുലപതിയല്ല, പിതാവ് ആരാ? ഫൗണ്ടർ ആരാ? മണി മാധവ ചാക്യാർ. അതൊറ്റ ഒരെണ്ണം മനസ്സിലുണ്ടെങ്കിൽ ഇത് നമുക്ക് എഴുതാം. അപ്പോൾ കുലപതി ആരാ? അമ്മന്നൂർ മാധവ ചാക്യാർ. ഫൗണ്ടർ ആരാ? മണി മാധവ ചാക്യാർ. ഓക്കെ. തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നിങ്ങൾക്ക് പോകത്തില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാട്ടിലും നല്ല വിശ്വാസമുണ്ട്. അടുത്ത ചോദ്യം, ചലിക്കുന്ന കാവ്യം ഏതാണ്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാ? ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ഭരതനാട്യം, ഭരതനാട്യം. ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ ചെയ്യുകയല്ല. അതും നമ്മുടെ നേരത്തെ ക്ലൂ എടുത്ത് എന്താ? പത്മ സുബ്രഹ്മണ്യം, ഭരതനാട്യം കണക്ട് ചെയ്തില്ലേ? അതേപോലെ തന്നെ ആ ക്ലൂ അതേപോലെ തന്നെ ഇതും കണക്ട് ചെയ്യും. ചലിക്കുന്ന കാവ്യം, ആ കാവ്യത്തിൻ്റെ വ്യം ഉണ്ടല്ലോ, ആ വ്യം തന്നെ ഇങ്ങോട്ടങ്ങ് എടുത്തോ. ഭരതനാട്യം. എളുപ്പമല്ലേ? തല പോഞ്ഞിരുന്ന് പഠിക്കണോ? വേണ്ട. ചലിക്കുന്ന കാവ്യം ഏതാ? ഭരതനാട്യം. പത്മ സുബ്രഹ്മണ്യം, ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. എളുപ്പമാണ്. ഈ സമയം കളയേണ്ട, അടുത്തതിലോട്ട് പോവാം. ചലിക്കുന്ന കാവ്യം അതാണെങ്കിൽ ചലിക്കുന്ന ശില്പം ഏതാ? ഒഡീസി.
ചലിക്കുന്ന ശില്പവേദ ഒഡീസി. ചലിക്കുന്ന ശില്പവേദ ഒഡീസി. അത് നമുക്ക് മനസ്സിലാക്കാം. ചലിക്കുന്ന കാവ്യവും വേണം ചോദ്യത്തിൽ നമുക്കിത് കൺഫ്യൂസ് അടിക്കും കേട്ടോ. ചലിക്കുന്ന കാവ്യവും ശില്പവും തമ്മിൽ നമുക്ക് കൺഫ്യൂസ് അടിപ്പിക്കാൻ വേണ്ടി PSC ഇതും രണ്ടും ഒരു ഓപ്ഷനിൽ തരും. പക്ഷേ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം എഴുതാൻ പഠിച്ച ആളുകളാണ് നമ്മൾ. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഇപ്പോൾ ഏതാ ഒഡീസി. നമുക്ക് രണ്ടും അറിയാമല്ലോ. ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന ശില്പം ഒഡീസി. പണ്ട് ഒഡീസിയുടെ ഒരു ഷൂ ഉണ്ടായിരുന്നല്ലോ, അത് കാലിലിട്ടുകൊണ്ട് നമ്മൾ ചലിപ്പിക്കുമല്ലായിരുന്നോ? ഒഡീസി ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന ശില്പം ഒഡീസി. ഓക്കെ. അടുത്തത് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. നമ്മളത് മറക്കും. എന്തുമായാലും ഇപ്പോൾ പഠിച്ചാലും അത് മറക്കാത്ത രീതിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. 1930. ഇപ്പം നമുക്ക് എന്തുമായാലും എല്ലാവർക്കും 10, 25, 26, 27 വയസ്സൊക്കെ ആയല്ലോ. പോട്ടെ 20 കഴിഞ്ഞില്ലയോ? നമുക്കൊരു ഇപ്പോഴും വലിയ ഈ ജോലിക്കൊക്കെ പോയി എപ്പോഴും ഒരു ടെൻഷനൊക്കെ ആവുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയിട്ട് 10-30 വയസ്സാകുമ്പോഴത്തേക്കും ഈ കലാമണ്ഡലത്തിൽ പോയെന്ന് ചേരണം. ആ ഒരു ക്ലൂ മനസ്സിലാക്കിയാൽ മതി. 30 വയസ്സാകുമ്പോഴേലും നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഏതെങ്കിലും കലാമണ്ഡലത്തിലോ അവിടെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കണം. മനസ്സിലായില്ലേ? 10-30 വയസ്സാകുമ്പോഴേലും ഒരു കലാമണ്ഡലത്തിലോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് പഠിക്കണം. ഇതിലായിട്ട് ഒരു കഴിവില്ല, ഒന്നും പഠിച്ചില്ല. അതായത് ഇതിലായിട്ടൊരു വയലിനോ ഒന്നും അറിയത്തില്ലല്ലോ നമുക്ക്. ഒരു 10-30 വയസ്സാകുമ്പോഴത്തേക്കും സ്വന്തം കാര്യം നോക്കി എന്തെങ്കിലും പഠിക്കണം. അങ്ങനെ ഒരു ക്ലൂ മൈൻഡിൽ എപ്പോഴും ഒന്ന് കയറ്റി ആണി അടിച്ച് വെച്ചാൽ മതി, മറക്കത്തില്ല. 1930. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് 1930. ഞാൻ ഈ ഒരുപാട് പറഞ്ഞു പോകാമെന്നുള്ള രീതി നിങ്ങൾ വിചാരിക്കരുത്. അതായത് ക്രിഞ്ചായിട്ട് വിചാരിക്കരുത്. അതായത് ഒരുപാട് പറയുമല്ല, ഈ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് അത് കയറിയിരിക്കും, തീർച്ചയായിട്ടും കയറും. അതിന് വേണ്ടിയിട്ടാണ്. ഈ ബോറടി ആയിട്ടുള്ളവർ പൗസാക്കി വെച്ച് പിന്നീട് എപ്പോഴോ കാണണം കേട്ടോ. കാണരുത് എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ അത്ര ഷോ കാണിച്ച് കാണരുത് എന്ന് ഞാൻ പറയത്തില്ല. കാര്യം നിങ്ങൾക്കൂടെ മനസ്സിലാവുന്ന ഒരു ക്ലൂ ആണ് ഞാൻ ഇതാക്കുന്നത്. അതായത് നമ്മൾ 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാണ് അപ്പോൾ അത് സ്ഥാപിതമാക്കിയത്? വള്ളത്തോൾ നാരായണ മേനോനും മണിക്കുളം മുകുന്ദരായനോടാണ് ഇത് സ്ഥാപിതമാക്കിയത്. കേരള കലാമണ്ഡലം 1930 വന്നത്. ആരൊക്കെയാണ് അതിൻ്റെ ഫൗണ്ടർമാർ? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനും. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനുമാണ് കലാമണ്ഡലത്തിൻ്റെ ഫൗണ്ടർ മാത്രം പോരല്ലോ. അത് എവിടാ സംഭവം നിൽക്കുന്നത്? എവിടാ സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തിയിലാണ്. നമ്മുടെ തൃശ്ശൂരുള്ള ചെറുതുരുത്തിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ചെറുതുരുത്തി തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത്രയേ ഉള്ളല്ലോ അതിനെ സംബന്ധിക്കുന്നത്. അല്ല, അതിൻ്റെ പ്രസിഡൻറ്റും ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിനകത്ത് പ്രസിഡൻറ്റും ഖജാജിമാരും മറ്റേ ആളുകളും മറിച്ച ആളുകളും എല്ലാം ഉണ്ടല്ലോ. ആദ്യ പ്രസിഡൻ്റ് ആരാ? ആദ്യ പ്രസിഡൻറ്റിനെ നമുക്ക് ഇദ്ദേഹത്തെ തന്നെ എടുക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് ആദ്യ പ്രസിഡൻറ്റ്. മനസ്സിലായല്ലോ? ആദ്യ പ്രസിഡൻറ്റ് അദ്ദേഹം തന്നെയാണ്. 1930 സ്ഥാപിതമായി. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനോടാണ് സ്ഥാപിതമാക്കിയത്. എവിടാണ് സ്ഥാപിതമാക്കിയത്? നമ്മുടെ തൃശ്ശൂരാണ്. ആദ്യ പ്രസിഡൻറ്റ് വള്ളത്തോൾ അദ്ദേഹം തന്നെ ആയിരുന്നു. ആദ്യ പ്രസിഡൻറ്റ് അദ്ദേഹമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാ? മല്ലിക സാരാഭായ്. ആദ്യത്തെ പ്രസിഡൻറ്റ് അദ്ദേഹമാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മല്ലിക സാരാഭായിയാണ്. ഇപ്പം നമ്മൾ കേരള കലാമണ്ഡലം പറഞ്ഞു. ഇനി നമുക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാ? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാ? KM പണിക്കർ. സർദാർ KM പണിക്കർ. അതിനൊരു നല്ല അടിപൊളി ക്ലൂ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അക്കാഡമിയുടെ പണിക്ക് പണിക്കാർ വന്നു. അതായത് അക്കാഡമിയിൽ നിന്ന് ചുമ്മാ പണിയാനൊക്കത്തില്ല. നമ്മൾ 4 പേര് കല്ല് പറക്കി വെച്ചാവത്തില്ലല്ലോ. അക്കാഡമിയൊക്കെ പണിയണമെങ്കിൽ പണിക്കാർ തന്നെ വേണ്ടേ? കേരള സാഹിത്യ അക്കാദമി പണിയാൻ വേണ്ടിയിട്ട് പണിക്കാർ വന്നു. കേരള സാഹിത്യ അക്കാദമി പണിയാൻ വേണ്ടിയിട്ട് പണിക്കാർ വന്നു. KM പണിക്കർ. മനസ്സിലായോ? ആ ക്ലൂ ഒന്ന് എടുക്കാമല്ലോ. KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാ? സർദാർ KM പണിക്കർ. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അതായത് ക്ലൂ മനസ്സിലായില്ലേ? അക്കാഡമിയുടെ പണിക്ക് വേണ്ടി
പണിക്കാർ വന്നു. ആ ഒരു ക്ലൂവിൽ നമുക്ക് എടുക്കാം. ആദ്യ പ്രസിഡന്റ് KM പണിക്കരാണ്, സർദാർ KM പണിക്കരാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? കറണ്ട് പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. കറണ്ട് പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആ ക്ലൂ തന്നെ എടുക്കാം. കെയും ഇതിനകത്തുണ്ട്. K സച്ചിദാനന്ദൻ. ഓക്കെ മറക്കത്തില്ലല്ലോ. കേരള കലാമണ്ഡലം 1930 വന്നു. സ്ഥാപിതമാക്കി ആരൊക്കെയാണ് അതാ ചെയ്തത്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനും. എവിടെയാണ് വന്നത്? നമ്മുടെ തൃശ്ശൂരുള്ള ചെറുതുരുത്തിയിലാണ്. ആദ്യ പ്രസിഡന്റ് ആരാ? വള്ളത്തോൾ, അദ്ദേഹമാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മല്ലിക സാരാഭായി. മറക്കരുതേ. നമ്മൾ ഓഫീസിലുണ്ടെങ്കിലും എവിടെ നിൽക്കുകയായാലും വണ്ടി പോകുമ്പോൾ വേണ്ട, ജസ്റ്റ് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ടേ ഇതൊന്ന് കേട്ടാൽ മതി. ഇല്ല ഇപ്പോൾ കുളിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഷവറിൻ്റെ അവിടെ ഈ ഫോണിന് എൻ്റെ ഒരു ഓഡിയോ വെച്ചിട്ടൊന്ന് കേട്ടാൽ മതി, മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി കുറച്ച് നൃത്തരൂപങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ.